പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. നീ എന്താ ജെയ്മിയെ വിളിച്ചാൽ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ജെയ്മി? എടാ നിനക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അവൻ എന്നെ ഓർക്കണമെന്ന് പോലും നിർബന്ധമില്ല. കാര്യം രാവിലെ നേരെ ചർച്ച് ഹോളിലേക്ക് വന്നിട്ട് ഉച്ചക്കലത്തെ ഫ്ലൈറ്റിന് പോകേണ്ടത് കൊണ്ട് ഇവൻ ഓടിപ്പോവാൻ, ഞങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെടാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെയൊന്നുമല്ല, ജെയ്മി നിൻ്റെ കാര്യങ്ങളെല്ലാം ഓർക്കും, അതുകൊണ്ട് ഞാൻ ഫോൺ നമ്പർ തരാം. എൻ്റെ പേടി ഇവൻ ഓർക്കുമോ എന്നുള്ളതാണ്. പിന്നെ ഓർത്താൽ തന്നെ മാക്സിമം എന്താ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഉത്തരം, ഹായ് സാജു, വെൽക്കം ബാക്ക് ടു മൊസാംബിക്. ഇതിക്കുള്ളൊക്കെ എന്തോ നമ്മളാണെങ്കിലും അത്രയല്ല കാണിക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്താണെങ്കിലും ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹൈ ജെയ്മി, ദിസ് ഇസ് സാജു, ഐ എം എ മിഷണറി ഫ്രം ഇന്ത്യ, ഐ കെയിം ഹിയർ ഇൻ മപ്പുട്ടോ. ഫ്യൂ മന്ത്സ് ബാക്ക് ഐ വാസ് ഇൻ ക്ലിമാനി, ഐ വാസ് പ്രീച്ചിങ് ഇൻ ദ നാസറീൻ ചർച്ച് ആൻഡ് യു ആർ ട്രാൻസ്ലേറ്റിംഗ് ഫോർ മീ, യു റിമെമ്പർ മീ ജെയ്മി. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചോദിച്ചു. കാര്യം ഇടയ്ക്ക് ഇവൻ ഫോൺ നിർത്തരുതല്ലോ. ഇവൻ തിരിച്ചെന്നോട് ചോദിക്കുന്നത്, ഹൈ സാജു, വെർ യു ആർ നൗ? നമ്മൾ ഐ എം ഇൻ എ ഹോട്ടൽ. വിച്ച് ഹോട്ടൽ? മോണ്ടി കാർണെ. ഐ എം കമ്മിങ്. ഞാൻ വരികയാണ്. ഇൻ ഹാഫ് ആൻ അവർ ഹി കെയിം. 1 week I was with him. ഇന്ന് മൊസാംബിക്കിലെ എൻ്റെ സകല പ്രോഗ്രാംസും സംതിങ് ലൈക്ക് എ കോർഡിനേറ്റർ ഈസ് ഡൂയിങ് ഇറ്റ്. എൻ്റെ ഫ്ലൈറ്റ് മിസ്സായില്ലായിരുന്നെങ്കിൽ, ഈ 5 ദിവസം എൻ്റെ ഫ്ലൈറ്റ് മിസ്സായില്ലായിരുന്നെങ്കിൽ ഞാൻ ജെയ്മിയെ ജീവിതത്തിൽ കാണത്തുമില്ല. ഇന്നത്തെ ഒരു ബന്ധങ്ങളും എന്നെ അസംബ്ലി സോക്കറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയത് ജെയ്മിയാണ്. സകല ബന്ധങ്ങളും ഉണ്ടാക്കി തന്നത് ജെയ്മിയാണ്. മൊസാംബിക്കിലെ എൻ്റെ സകല ബന്ധങ്ങളും ഉണ്ടാക്കി തന്നത് ജെയ്മിയാണ്. He is my best friend in Mozambique even now. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. തന്നെയല്ല, ഫ്ലൈറ്റ് ക്യാൻസലായപ്പോൾ പിന്നെയും പോട്ടെന്ന് വെച്ചു. 6 ദിവസം മപ്പുട്ടോയിൽ ഹോട്ടലിൽ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താ ഇങ്ങനെ പറ്റാൻ കാര്യം? ഞാൻ ചിന്തിച്ചു, ദിസ് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഫോർ മീ. പക്ഷേ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഫോർ മീ. ഇതെനിക്ക് പറ്റിയതല്ലെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അതായിരുന്നു എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ബെസ്റ്റായിരുന്നത്. അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. സിനി അന്ന് വന്നായിരുന്നെങ്കിൽ, സിനി ഭയങ്കര മിടുക്കനാണ്, സിനി എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് ഒപ്പിച്ച് പോയതിനെ ജെയ്മിയെ കാണാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം എനിക്ക് ആളുകളെ കാണാനും ഇടിച്ചു തള്ളി ടിക്കറ്റ് ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സിനി ഈസ് വെരി ഗുഡ് ഇൻ ദാറ്റ്. ഹി ഈസ് ഏബിൾ. അവൻ എന്നെക്കാൾ വളരെയേറെ കഴിവുള്ള ആളാണ്, വളരെയേറെ ബന്ധങ്ങളുള്ള ആളാണ്. എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് ഒപ്പിച്ച്. എനിക്കതിനുള്ള കഴിവില്ലാതായിപ്പോയി. അത് പക്ഷേ ദൈവം എങ്ങനെയാക്കി തീർത്തു? നന്മയാക്കി തീർത്തു. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇതിൽ ദൈവം ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഗാഡ് നോസ് ദ ബെസ്റ്റ് ഫോർ മീ. അടുത്തത്, ഗാഡ് വാണ്ട്സ് മീ ടു ഡു ദിസ്. ആ തിരിച്ചറിവാണ്. 1, ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. 2, ഗാഡ് നോസ് ദ ബെസ്റ്റ് ഫോർ മീ. 3, ഇത് ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോഴാണ് ഒബീഡിയൻസ് ഉണ്ടാകുന്നത്. ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാൻ ആരും എന്നോട് പറഞ്ഞില്ല, ആരും എന്നെ വിളിച്ചില്ല. എന്ത് ചെയ്യുമെന്നറിയത്തില്ല, അവിടെ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല. പക്ഷേ അത് ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തു. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ ആണ് അനിശ്ചിതത്വത്തിലേക്ക് എടുത്തിയാടുന്നത്. ശരിക്കും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അനിശ്ചിതത്വങ്ങളാണ്. ഒരു രീതിയിലും അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ അൺസർട്ടനിറ്റിയാണ്. ഒരു സെർട്ടനിറ്റിയും ഇല്ലാതാണ് ഞാൻ എൻ്റെ യാത്രകൾ പലതും ചെയ്തിട്ടുള്ളത്. ഒരു സെർട്ടനിറ്റിയും ഇല്ല. തിരിച്ചു വരേണ്ടി വരുമോ ഒന്നും അറിയാൻ വയ്യാതെ ആ അൺസർട്ടനിറ്റിയിലേക്ക് എനിക്ക് എടുത്തു ചാടാൻ ദൈവം സഹായിച്ചത് എക്സ്ട്രാ എൻ്റെ നാച്ചുറൽ ഫെയ്ത്ത് കൊണ്ടല്ല, സ്വാഭാവികമായി എനിക്കുള്ള ഫെയ്ത്ത് കൊണ്ടല്ല. അങ്ങനെയുള്ള ഫെയ്ത്ത് ഒന്നുള്ള ആളൊന്നുമല്ല ഞാൻ. അതെന്താണ്? ആസ് എ ഗിഫ്റ്റ്. ഐ സർട്ടൻലി നോ ദാറ്റ് ഇറ്റ് ഇസ് എ ഗിഫ്റ്റ്. അങ്ങനെയുള്ളവർക്ക്, മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നിയേക്കാമെന്നല്ല തോന്നും. ജിമ്മലിയട്ടിൻ്റെ സ്റ്റോറി പറയുമ്പോഴെല്ലാം ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അതൊരു ഫൂളിഷ്നെസ് അല്ലേ കാണിച്ചത്? അതുകൊണ്ടല്ലേ ജിമ്മലിയട്ട് ബാക്കിയുള്ള 4 പേരും 5 പേരും ഒരുമിച്ച് അവിടെ വെച്ച് മരിക്കേണ്ടി വന്നു? ഒരു ഫൂളിഷ്നെസ് അല്ലേ? നമ്മുടെ നോട്ടത്തിൽ ഫൂളിഷ്നെസ് ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ദേ വർ പ്ലഞ്ചിങ് ഇൻ ടു അൺസർട്ടനിറ്റി. എന്നാൽ അതെന്തായിരുന്നു? വാസ് ഇറ്റ് എൻ ആക്ട് ഓഫ് ഫെയ്ത്ത് ഓർ was it an act of foolishness? It was not an act of foolishness. It was not an act of foolishness. എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അവർ മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഫൂളിഷ്നെസ് ആയിരുന്നെന്ന്. ജിമ്മലിയട്ടും ബാക്കിയുള്ള 4 പേരും മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത്രയും എടുത്തു ചാടിയതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഇന്ന് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അവർ മരിച്ചത് കൊണ്ടാണ്
വൊറോണി എന്ന് പറയുന്ന ആ ട്രൈബ് മൊത്തം ഇന്ന് ക്രിസ്ത്യാനികളാണ്. അല്ലെങ്കിൽ ഈക്വഡോറിൽ, ഈവൻ കിളിമാനിയിൽ വെച്ച് എനിക്ക് ഈക്വഡോറിൽ നിന്നുള്ള ഒരാളോട് സുവിശേഷം പറയാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഇക്വഡോറിൽ പ്രത്യേകിച്ച് ഈ ട്രൈബൽ സെറ്റപ്പിലുള്ള ആ മുഴുവൻ ആളുകളും വിശ്വാസത്തിലേക്ക് വരാനും അവരിപ്പോൾ കർത്താവിന് വേണ്ടി നിലകൊള്ളാനും കാരണമായി തീർന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5 സാഹസിക സുവിശേഷകരുടെ മരണമാണ്. ഇപ്പം നമുക്ക് പറയാൻ കഴിയും, അറിയാൻ കഴിയും, ഇറ്റ് വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് ഫൂളിഷ്നെസ്, ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എന്താണ് ഫൂളിഷ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിം എലിയട്ട് പറഞ്ഞ വാക്കിൽ നിന്നാണ്. ഹി ഈസ് നോ ഫൂൾ ഹു ഗിവ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ്പ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. നമ്മൾ നോക്കുന്നത് അങ്ങനല്ല. നമുക്ക് ഗെയിൻ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ലാഭമുണ്ടാക്കാനുള്ള മനസ്സാണ് നമ്മുടേത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ ജീവൻ എന്ന് പറയുന്ന ജിം എലിയട്ട് വാസ് ഗിവിങ് ഹിസ് ലൈഫ്. He says, I am not a fool because I gave up my life to gain something that I cannot lose. നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവനെ കൊടുത്തത് എന്നുള്ള തിരിച്ചറിവ്. അതാണ് വാസ്തവത്തിൽ an act of faith എന്ന് പറയുന്നത്. Faith is obedience. അനുസരണമാണ്. അനുസരണമില്ലാത്ത ഒരു ജീവിതം, അനുസരണമില്ലാത്ത ഒരു വിശ്വാസം അർത്ഥമില്ലാത്ത വിശ്വാസമാണ്. നമ്മൾ പലപ്പോഴും ആളുകൾക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമില്ലാത്ത വിശ്വാസമാണ്. വേദപുസ്തകം മൊത്തമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിളക്കുകയും ചെയ്യുന്നു. ചോദ്യം അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിശാചിൻ്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും നമ്മൾ എന്താ വ്യത്യാസം? ബ്രദറെ, ഞാൻ വേദപുസ്തകം പറയുന്ന എല്ലാം വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിച്ചു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഫെയ്ത്ത് വിടുതൽ മാത്രമല്ല, ഫെയ്ത്ത് ഒരു പക്ഷേ മരണവുമാകാം. ജിം എലിയട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ജിം എലിയട്ടിൻ്റെ ഫെയ്ത്ത്, വിശ്വാസം അവനെ വിടുവിക്കുകയല്ലായിരുന്നു, അവനെ കൊല്ലുകയായിരുന്നു, അവനെ മരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഫെയ്ത്ത് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്നതനുസരിച്ചും ആളുകൾ പറയുന്നതനുസരിച്ചും ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു വിൽ ഗെറ്റ് എവറിത്തിങ്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു വിൽ കം ബാക്ക് ടു ലൈഫ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് അവരിൽ പലരും എന്താണ്, വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചെന്ന. ഇവിടെ ദൈവം തന്നിട്ടുള്ളൊരു വാഗ്ദത്തം, ആ വാഗ്ദത്തം, ആ വാഗ്ദത്തം, വാഗ്ദത്തെ പിടിച്ചോണം. ദൈവത്തെ പിടിക്കത്തില്ല, വാഗ്ദത്തത്തെ പിടിച്ചോളൂ. നിങ്ങൾ വാഗ്ദത്തത്തെ പിടിച്ചോണ്ടിരുന്നിട്ട് അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തെ പിടിക്കുക, അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ പ്രാധാന്യം അറിയിക്കേണ്ടതായ കാര്യം. സംടൈംസ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഈവൻ പീപ്പിൾ ഹൂ ആർ ഇൻ ഫെയ്ത്ത് ആർ നോട്ട് റിഡീംഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആദ്യം വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട കാര്യമൊക്കെ പറയുന്നത് വിശ്വാസവീരന്മാർ. പക്ഷേ വിശ്വാസവീരന്മാർ തന്നെയാണ് ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടത്. വിശ്വാസവീരന്മാർ തന്നെയാണ് മെച്ചമായ ഉദ്ധാരണം പ്രതീക്ഷിച്ചുകൊണ്ട് എന്താണ് വീണ്ടെടുപ്പിനെ നിഷേധിച്ചത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇന്നത്തെ ഫെയ്ത്ത് വർക്കേഴ്സിൻ്റെ ഫെയ്ത്ത് മാത്രമൊന്നുമല്ല. അതിൽ മിക്കതും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഫെയ്ത്താണ്. വാട്ട് ഈസ് റിയൽ ഫെയ്ത്ത്? ഫെയ്ത്ത് എന്ന് പറയുന്നത് അനുസരണമാണ്. ദൈവം പറയുന്നത് അനുസരിക്കുന്നതാണ്. അല്ലാതെ കാര്യസാധ്യത്തിനുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഫെയ്ത്ത് അല്ല. അടുത്തായിട്ട് നമ്മൾ പല കാര്യങ്ങൾ, ഹീലിംഗ് ഒരു കൃപാവരമാണ്. അത് ഏത് മീൻസ് അനുസരിച്ചുമാകാം. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് ഉണ്ട്. ദൈവം അത്ഭുതകരമായി രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. രോഗങ്ങളെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റുവേദനയും പനിയും മാത്രമൊന്നുമല്ല. ഇന്നിപ്പം ഏത് ക്രൂസൈഡിന് ചെന്നാലും സൗഖ്യമാകുന്നത് വയറ്റുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, പല്ലുവേദനയുള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണല്ലോ. വേദനകളുടെ ഒരു ലിസ്റ്റും നമ്മൾ കൊടുക്കും. അത് സൗഖ്യമാകും തീർച്ചയായിട്ടും. പക്ഷേ അത് മാത്രമല്ല, ഇവരെന്താ ബാക്കിയുള്ള ആളുകൾ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില ക്രൂസൈഡ് പ്രീച്ചേഴ്സ് വേദനയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി നേരം പ്രാർത്ഥിച്ച പതിയെ അങ്ങ് വിടും. കണ്ണ് കാണാൻ വയ്യാത്ത എല്ലാവരും ക്രൂസൈഡിന് വന്ന് കണ്ണ് കാണുമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ കർത്താവിനെല്ലാം ഒരുപോലെയാണ്. കർത്താവിന് വയറ്റുവേദന സൗഖ്യമാക്കുന്ന അത്രയും ശക്തി മതി കർത്താവിന് എന്ത് ചെയ്യാൻ? അന്ധന് കണ്ണുകളെ തുറന്നു കൊടുക്കാനും അത്രയും മതി. അത് ദൈവത്തിൻ്റെ സോവറിറ്റിയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഒരാളെ സൗഖ്യമാക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമാകുന്നു, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സൗഖ്യമാകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് നിർബന്ധമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് നിർബന്ധമുണ്ടെന്ന് പറയുന്നത് രണ്ടാണ്.
ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമാകുന്നു, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമാകുന്നില്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമായില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഫെയ്ത്ത് ബോധമൊന്നുമില്ല. കാര്യം സൗഖ്യമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല എൻ്റെ ഫെയ്ത്ത്. എൻ്റെ ഫെയ്ത്ത് എൻ്റെ കർത്താവിലാണ്. എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഫിനിഷ്, അത്രയേ ഉള്ളൂ. ഏത് മീൻസിലൂടെ ആകാം. ഡീലർഷിപ്പ് ചെയ്യാനുണ്ടായിരുന്ന സമയത്ത് ഞാനൊരു മെറ്റൽ ചിപ്പ് എൻ്റെ കണ്ണിൽ തറച്ചിട്ട് എൻ്റെ 6 o'clock ഐ പൊസിഷനിൽ ഒരു മെറ്റൽ ചിപ്പ് വന്ന് തറച്ചു. ജെഫ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവിടെ ഇംഗ്ലീഷ് തന്നെ. ജെഫ് എന്നോട് ചോദിച്ചു വാട്ട് ഹാപ്പൻ. ഞാൻ ജെഫിനെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് ജെഫ് പറഞ്ഞു, ഐ എം സോറി സാജു, ഐ എം നോട്ട് ആൻ ഐ സ്പെഷ്യലിസ്റ്റ്. ഞാൻ തൽക്കാലം ഒരു ബാൻഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പുറത്ത് പോകാം, വേറൊരു നല്ലൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ഞാനിവിടെ വരാം. ഞാൻ ഈ വെച്ചുകെട്ടുമായിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ ഒരു പ്രീച്ചറുണ്ട്, അയാളോട് ചോദിച്ചു വാട്ട് ഹാപ്പൻ സാജു. ഞാൻ പറഞ്ഞു ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ഒറ്റയടിക്ക് പുള്ളി തലേ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് വെദർ ഇറ്റ് ഈസ് വിത്ത് the help of a doctor or without the help of a doctor, I want to see that he is healed. നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ ഡോക്ടറുടെ സഹായത്തോടെ ആണെങ്കിലും ഡോക്ടറുടെ സഹായം ഇല്ലാതെ ആണെങ്കിലും ഇവൻ സൗഖ്യമാകണം. നല്ലൊരു പ്രാർത്ഥനയാണ്. പിറ്റേ ദിവസം ഞാനും ജെഫും കൂടെ നേരെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ സിറ്റിയിൽ പോയി കണ്ടു. ആ ഡോക്ടർ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു, സ്കാർ അവിടെ ഉണ്ട്, ദാറ്റ് മീൻസ് മെറ്റൽ പീസ് തറച്ചിരുന്നു, പക്ഷേ ഇപ്പോഴവിടെ ഇല്ല, യു ആർ ഫ്രീ, യു ക്യാൻ ഗോ ഹോം. നോക്കുക, ഡോക്ടറുടെ സഹായത്തോടെയോ ഡോക്ടറുടെ സഹായം കൂടാതെയോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ സഹായത്തോടു കൂടെ ഒരു ഹീലിംഗ് ഉണ്ടായാലും അത് അത്ഭുത രോഗശാന്തി തന്നെയാണ്. അതുകൊണ്ട് രോഗശാന്തി എന്ന് പറയുമ്പോഴത്തേക്ക് മിറക്കിൾ ഹീലിംഗ് മാത്രമല്ല, എല്ലാം മിറക്കിൾ ഹീലിംഗ് ആണ്. ഇറ്റ് ഇസ് എ മിറക്കിൾ. വേറൊരുത്തിന് വീര്യപ്രവർത്തികൾ, അഞ്ചാമത് നമ്മൾ കാണുമ്പോൾ മറ്റൊരുത്തിന് വീര്യപ്രവർത്തികൾ. ഇവിടെ സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും. കാര്യം ഇവിടെ വീര്യപ്രവർത്തികൾ എന്ന് പറയുന്നത് മിറക്കിൾസ് എന്ന് പറയുന്നതിന് അർത്ഥം വരുന്നുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ നടക്കുമോ? യെസ്. ചില ആളുകൾ പറയും അതൊക്കെ അന്നായിരുന്നു. യേശുവിൻ്റെ കാലത്ത് അത്ഭുതം നടക്കുമെങ്കിൽ ഇന്നും നടക്കും. കാര്യം അന്നത്തെ യേശു ഇന്നത്തെ യേശു നമ്മൾ വ്യത്യാസമൊന്നുമില്ല. ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്ഭുതം നടക്കുമെങ്കിൽ ഇന്നും അത്ഭുതം നടക്കും. കാര്യം അപ്പോസ്തലന്മാരുടെ കാലത്തെ സഭയും ഇന്നത്തെ സഭയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ചിലർ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ കംപ്ലീറ്റ് ആയി അതുകൊണ്ട് അത്ഭുതമൊന്നും നടക്കത്തില്ലെന്ന്. പക്ഷേ ബൈബിൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് ആരുടെയും രോഗം മാറിപ്പോയി ഒന്നുമില്ലല്ലോ, ആണോ? ബൈബിൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്നും രോഗികളുണ്ട്. ബൈബിൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്നും മനുഷ്യൻ്റെ പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വീര്യപ്രവർത്തികൾ നീഡ് കൊണ്ടാണ്, അല്ലാതെ അംശമായത് വരുമ്പോൾ പൂർണ്ണമായത് മാറിപ്പോയി. ഈ വാക്യമായിട്ടൊന്നും ഇതിന് ബന്ധം ഉണ്ടാകുന്നില്ല. പീപ്പിൾ ആർ സിക്ക്, പീപ്പിൾ ആർ പെർസിക്യൂട്ടഡ്, പീപ്പിൾ ആർ സ്റ്റിൽ സഫറിങ്. അപകടങ്ങളിൽ നിന്ന് അതുപോലെ പെർസിക്യൂഷൻസ് എന്നൊക്കെയും ദൈവം നമ്മളെ വിടുവിക്കുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീര്യപ്രവർത്തികൾ ഉണ്ടാകുന്നത് നീഡ് കൊണ്ടാണ്, അല്ലാതെ ആൾ കളിക്കാനല്ല. പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമാകും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് വലിയ ആൾ കളിക്കുകയാണ്. അത് അവനോടുള്ള മനസ്സലിവ് കൊണ്ട് ദൈവം ചെയ്തൊരു കാര്യമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേകത കൊണ്ടല്ല. പക്ഷേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കും, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ മുഖേന സംഭവിക്കുന്ന ഒരു കൃപാവരം എന്തിനു വേണ്ടി ഉപയോഗിച്ചുകൂടാ? ആൾ കളിക്കാനായിട്ട് ഉപയോഗിച്ചുകൂടാ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള സമയത്ത് നമുക്ക് പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരുവിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരുവിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ തീയായി നീ വരണേ. പരിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ തീയായി നീ വരണേ. പരിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ.
അഭിഷേക കാറ്റുവീശി എന്നെ ഉണർത്തണമേ. കൃപയുള്ളൊരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അഭിഷേക കാറ്റുവീശി എന്നെ ഉണർത്തണമേ. കൃപയുള്ളൊരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ രോഗമകറ്റണമേ. പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവേ രോഗമകറ്റണമേ. പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ. ശാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയണമേ. ആത്മാവിൻ കോട്ട കെട്ടി എന്നെ പൊതിയണമേ. ശാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയണമേ. ആത്മാവിൻ കോട്ട കെട്ടി എന്നെ പൊതിയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പുതു ചൈതന്യം തരണേ. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ പുതു ചൈതന്യം തരണേ. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. മനസ്സിന്റെ ശൂന്യത നീക്കാൻ റൂഹാമീ വരണേ. പുതുജീവൻ നൽകി എന്നെ വീണ്ടെടുക്കണമേ. മനസ്സിന്റെ ശൂന്യത നീക്കാൻ റൂഹാമീ വരണേ. പുതുജീവൻ നൽകി എന്നെ വീണ്ടെടുക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ.